हेलो एंड वेलकम बैक। आप सभी का एक बार फिर हार्दिक स्वागत है। तो हम आस्वादन कर रहे थे ममता कालिया जी की एकांकी जान से प्यारे। जिन ശ്രോതാഗണോ ने पहला भाग न देखा हो कृपया उसकी ओर जाएं। ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു ദയവേത് ആദ്യം അത് കാണുക। तो हमने देखा कि डॉक्टर कौशिक ने एक ऐसा फॉर्मूला ढूंढ निकाला जिससे वे मृतकों को भी जीवित कर सकते हैं। काफ़ी खुश होते हैं डॉक्टर कौशिक। വളരെയധികം എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഡോക്ടർ കൗശിക്. അസിസ്റ്റൻ്റ് അവിനാശിനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അവിനാശിന് വാസ്തവത്തിൽ ഈ ഫോർമുലയിൽ അത്ര വിശ്വാസം പോരാ. മാത്രവുമല്ല ജനങ്ങൾക്ക് മരിച്ചവരെ തിരികെ വേണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് അവിനാശിന്. ദേഖ്തേ ഹേ ആകെ ആകെ ഹോത്താ ക്യാ ഹേ. അങ്ങനെ ഡോക്ടർ കൗശിക് വളരെ ആവേശത്തോടു കൂടി അവിനാശിൻ്റെ കൂടെ പോവുകയാണ്. എവിടെയാണ്? ഓരോ വീടുകളിൽ പത്രം എടുത്തു. പത്രത്തിൽ ചരമക്കുറിപ്പ് കണ്ട് അഡ്രസ്സ് ഒക്കെ നോട്ട് ചെയ്ത് ഓരോ സ്ഥലത്ത് പോവാണ്. अगला दिन घड़ी सुबह के 9 बजा रही है. डॉक्टर कौशिक के हाथ में अखबार है. चौथे पृष्ठ पर कई जगह वे निशान लगाते हैं. ചരമ അറിയിപ്പിൻ്റെ ആ പേജിൽ പല സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കും. इन जगहों पर कोई न कोई मर गया है जिसके परिवार ने अखबार में शोक समाचार प्रकाशित किया है. डॉक्टर कौशिक दवाओं का ब्रीफ केस स्कूटर में रखते हैं. इस बीच अविनाश भी आ जाता है. ഈ വീടുകളിലെല്ലാം ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ കൗശിക് താൻ കണ്ടുപിടിച്ച ഫോർമുല ആ സൊല്യൂഷനുമായിട്ട് ഈ വീടുകളിലെ അഡ്രസ്സ് നോക്കി അവിനാശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് പോവും. ആജ് സുഹാനി സുബഹ ഹൈ और हम एक महान काम पर निकल रहे हैं अविनाश. अपना यह लेकिन वेकिन वहीं घर में छोड़ चलो. ഡോക്ടർ കൗശിക് വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അദ്ദേഹം പറയാണ്, നോക്കൂ, ഇന്ന് നല്ലൊരു ദിവസമാണ്, നമ്മളൊരു മഹത്തായ കർമ്മം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അവിനാശ് ഈ ലേക്കിൻ വേക്കിൻ എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നും എൻ്റെ കൂടെ കൊണ്ടുവരരുത്, അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. दोनों स्कूटर पर जाते हैं. 2-4 मोड़ घूमने के बाद वे जिस कॉलोनी में आते हैं उसके साइन बोर्ड पर लिखा है भावना नगर. അങ്ങനെ ഇവരുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഭാവന നഗറാണ്. एक लंबी सड़क के अंतिम छोर पर वे एक ऐसे मकान पर रुकते हैं जहाँ काफ़ी भीड़ लगी है. सभी के चेहरे शोकमग्न हैं. लोग मृतक के गुणों का बखान करते हुए उसकी मृत्यु पर अफसोस प्रकट कर रहे हैं. അപ്പോൾ ഭാവനാനഗറിലെ ഏറ്റവും ആ സ്ട്രീറ്റിലെ അവസാനത്തെ ഒരു വീടാണ് ഈ മരണം നടന്ന വീട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എല്ലാവരും വളരെ ഷോക്ക് മഗ്ന്, വളരെ വിഷമിച്ച് നിൽക്കുന്നു. മരിച്ച വ്യക്തിയുടെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരിച്ചത് വളരെ ദുഃഖകരമായി പോയി എന്നൊക്കെ ഓരോരുത്തർ പറയുകയാണ്. മൂത്ത മകൻ, ആ മരിച്ച വ്യക്തിയുടെ മൂത്ത മകൻ പറയാണ്, ഹായ് जब तक पिताजी थे मुझे घर की कोई फिक्र नहीं थी. महीने में 20-20 दिन मैं दौरे पर रहता था उन्हीं के भरोसे. മൂത്ത പുത്രൻ പറയാണ്, അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഞാൻ 20 ദിവസമൊക്കെ അടുപ്പിച്ച് ടൂറിന് പോവായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം അച്ഛൻ വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അപ്പം ഇളയ പുത്രൻ പറയാണ്, പിതാജി तो महापुरुष थे. मैं इतना बड़ा हो गया फिर भी मुझे बच्चा मानते. अभी पिछले साल यह घड़ी उन्होंने मेरी सालगिरह पर दी थी. അച്ഛനൊരു മഹാപുരുഷനാണ് കേട്ടോ. ഞാൻ ഇത്രയും വളർന്നു, വിവാഹമൊക്കെ കഴിച്ചു, ഞാൻ ഇത്രയും വളർന്നു, പക്ഷേ എന്നെ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ ആനിവേഴ്സറിക്ക് നോക്കി എനിക്കൊരു വാച്ച് തന്നു. एक बहू कहती है, हाय मैंने उन्हें पिताजी से बढ़कर समझा. मैं तो उन्हें नाश्ते में 2 अंडे देती थी. ഒരു മരുമകൾ വന്ന് പറയാണ്, അയ്യോ എനിക്ക് അച്ഛൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അമ്മായി അച്ഛൻ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനേക്കാളും ഫേവററ്റ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് 2 മുട്ട കൊടുക്കുമായിരുന്നു. അബ് ദൂസരി ബഹു, രണ്ടാമത്തെ മരുമകൾ ഒട്ടും പുറകോട്ട് നിന്നില്ല. ഹായ് വേ മനുഷ്യ നഹി ദേവതാ ഥേ ഉൻകെ ബിനാ ഹം कैसे जिएंगे. അയ്യോ, അദ്ദേഹം ഒരു മനുഷ്യനല്ല, ഒരു ദേവതയായിരുന്നു. അദ്ദേഹം ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും. डॉक्टर कौशिक मृतक के बेटों को एक तरफ ले जाकर बड़ी उमंग से अपनी खोज के बारे में बताते हैं.
ഡോക്ടർ കൗശിക് ഇതെല്ലാം കണ്ടു. ഡോക്ടർ കൗശിക്കിന് ഇവരുടെ ഈ ദുഃഖം മാറ്റാൻ ഉള്ള സൊല്യൂഷൻ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഈ പുത്രന്മാരെ, ഈ 2 മക്കളെയും മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ കൗശിക്ക് വളരെ ആവശ്യത്തോടു കൂടി ബഡി ഉമംഗ് കെ സാത്ത് തൻ്റെ ആവിഷ്കാരത്തെ പറ്റി പറയും. यकीन मानिए मैंने ऐसा फॉर्मूला ढूंढ निकाला है कि मैं आपके पूज्य पिताजी को जीवन दे सकता हूँ. നിങ്ങൾ വിശ്വസിക്കും, ഞാൻ ഇങ്ങനെ ഒരു ഫോർമുല കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ പുനർജീവിപ്പിക്കാം. दोनों बेटे एक हक्का बक्का अंदाज में एक दूसरे को ताकते खड़े हो जाते हैं. 2 മക്കളും അങ്ങ് ഞെട്ടിപ്പോവും, തമ്മിലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. कभी वे डॉक्टर कौशिक को देखते हैं, कभी एक दूसरे को. तभी उनकी पत्नियां भी आ जाती हैं. അവരിങ്ങനെ അന്തം വിട്ട് പരസ്പരം നോക്കുന്നു, ഡോക്ടർ കൗശിക്കിനെ നോക്കുന്നു. ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ കയറി വരും. ഭാര്യമാർ 2 പേരും ഒരുമിച്ച് പറയും, ക്യോ ജി ऐसे क्यों खड़े हो, सारा काम पड़ा है. നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നത്? ഇനി ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്, എല്ലാ പണിയും കിടക്കുകയാണ്, കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം. അപ്പോൾ ഈ 2 കുട്ടികൾ പറയാണ്, യേ കേത്തേ ഹേ ക്യാ കേത്തേ ഹേ. അപ്പോൾ ഈ 2 മക്കളും പറയും, ഇതാ ഇദ്ദേഹം പറയുന്നു. എന്ത് പറയുന്നു? മുझसे आप लोगों का दुख देखा नहीं जा रहा है. आज सुबह ही अखबार में मैंने यह शोक समाचार पढ़ा जो आपने दिया था. हाल ही में मैंने एक फॉर्मूला ढूंढ निकाला है जिससे पिताजी को नई जिंदगी मिल सकती है. അപ്പോൾ ഡോക്ടർ കൗശിക്ക് താൻ വന്ന വിവരം, താൻ വന്ന ഉദ്ദേശം ഈ ഭാര്യമാരോടായിട്ട് തന്നെ പറയും. നോക്കൂ, ഞാൻ ഇന്ന് ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു ബാഡ് ന്യൂസ് അറിഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷമം മാറ്റാൻ എൻ്റെ കയ്യിലൊരു ഫോർമുലയുണ്ട്. എൻ്റെ കയ്യിൽ എന്താണുള്ളത്? അച്ഛനെ പുനർജീവിപ്പിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. കേട്ട പാടെ ഒരു മരുമോൾ പറയും, നാ ബാബാ ജനെ ക്യാ കീമത്ത് മാങ് ബൈഠേ ആപ്. വേണ്ട വേണ്ട, ഇനി ഇത് ജീവിപ്പിച്ചിട്ട് നിങ്ങളിനി എത്ര എമൗണ്ട് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. पर डॉक्टर कौशिक പറയും, इसके बदले में आपसे कौड़ी भी न लूँगा, इसकी कामयाबी ही इसकी कीमत है. അപ്പോൾ ഡോക്ടർ കൗശിക് പറയും, വേണ്ട വേണ്ട, എനിക്ക് ഇതിന് പകരം ഒരു 5 പൈസ, നയാ പൈസ വേണ്ട. ഞാനിത് സക്സസ് ആവണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. എനിക്കിത് സക്സസ് ആയി കാണണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴത്തേക്കിന് ഒരു മൂത്ത പുത്രൻ നോക്കിയ വളരെ പതുങ്ങിയ സ്വരത്തിൽ തൻ്റെ സഹോദരനോട് ചോദിക്കും, पिताजी का वसीयतनामा देख लिया, कोई कसर तो नहीं है उसमें. അച്ഛൻ്റെ വിൽപത്രം നോക്കിയോ? അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലാണോ എഴുതിയിരിക്കുന്നത്? അപ്പോൾ മറ്റേ പുത്രൻ നോക്കി അവൻ അതിനേക്കാളും അതാണ്. അച്ഛൻ മരിച്ചപ്പം തന്നെ ആദ്യം നോക്കിയത് വിൽപത്രമാണ്. വഹ मैंने पहले ही देख लिया है, വസീയത്നാമ ദുരുസ്ത് ഹെ. അത് ഞാൻ നേരത്തെ നോക്കി, എല്ലാം നമുക്ക് വളരെ ഫേവറബിളായിട്ടുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ലേൻ ദേൻ നിപ്റ്റാ ഗയേ ഹേ. അപ്പോൾ മൂത്ത പുത്രൻ പിന്നെയും ചോദിക്കും, കൊടുക്കാനും വാങ്ങാനും ഉള്ളതെല്ലാം തീർത്തിട്ടാണോ അച്ഛൻ പോയിരിക്കുന്നത്? തസല്ലി സേ ദൂസറ ബേട്ട കേത്ത ഹെ. വളരെ ആശ്വാസത്തോടു കൂടി പുത്രൻ പറയും, സബ് നിപ്റ്റാ ഗയേ ഹേ. അതെല്ലാം അച്ഛൻ കൃത്യമായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. ഫിർ ക്യാ. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ പുനർജീവിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഇല്ല. നമുക്ക് ഫേവറബിളായിട്ട് വിൽപത്രം എഴുതിയിട്ടുണ്ട്, കൊടുക്കാനും വാങ്ങാനുള്ള എല്ലാം കൃത്യമായിട്ട് ഇടപാടുകൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്ന രീതിയിലിരിക്കും. दोनों लड़के डॉक्टर कौशिक की तरफ मुखातिब होते हैं. उनकी पत्नियां उग्र विरोध से डॉक्टर कौशिक को देख रही हैं. ഈ 2 കുട്ടികളും കൗശിക്കിനെ ഇങ്ങനെ നോക്കും. ഭാര്യമാർ വളരെ ദേഷ്യത്തിൽ കൗശിക്കിനെ നോക്കും. ऐसा है डॉक्टर साहब, आपकी बात मानकर हमें बड़ा हर्ष होता, लेकिन आप जानते हैं बड़ा नाजुक मामला है. दोनों छोटे भाई विदेश में हैं, उन्हें केबल किया हुआ है. वे आकर कितना बिगड़ेंगे, उनके हज़ारों डॉलर मिट्टी में मिल जाएंगे. അപ്പോൾ ഒരു പുത്രൻ വളരെ ബുദ്ധിപൂർവ്വം ഒരു എക്സ്ക്യൂസ് പറയും, ഡോക്ടറിൻ്റെ ഈ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയോ, വളരെ സീരിയസ് ഇഷ്യൂ ആണ്, വളരെ ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ്. 2 ഇളയ അനിയന്മാരുള്ളത് ഫോറിനിലാണ്, വിദേശത്താണ്. അവർക്ക് കേബിൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ മരണവിവരം പറഞ്ഞ്. അവർ ലീവ് എടുത്ത് അവരുടെ എല്ലാ ജോലികളും വിട്ട് ഒരുപാട് ഡോളറൊക്കെ ചിലവാക്കി ഇങ്ങോട്ട് വരികയാണ്.
ഇവിടെ വരുമ്പം അച്ഛൻ മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ അവർക്ക് എന്ത് ദേഷ്യം വരും. മറ്റേ പുത്രൻ പറയും, ആഭി സാഹബ് അജീബ് ഹെ, ഇധർ ഹമേ സാരാ इंतज़ाम करना है, देर हो रही है, उधर आप एक नया शगुफा लेकर आ गए हैं. ഇവിടെ ഞങ്ങൾക്ക് എന്തൊക്കെ ഇനിയും ഈ ദാഹ കർമ്മത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇത് ചെയ്യുമോ അതോ താങ്കളുടെ ഈ ഒരു വർത്തമാനം കേട്ടിരിക്കുമോ. तभी 16 साल का एक लड़का बाहर से आकर उत्तेजित आवाज़ में कहता है. അപ്പോൾ ഒരു 10-16 വയസ്സുള്ള ഒരു പയ്യൻ, ഇവരുടെ തന്നെ മകനാണ്, ഇവർ വെളിയിൽ നിന്ന് വന്ന് അദ്ദേഹം ആ പയ്യൻ പറയാണ്, പാപ്പാ പാപ്പാ ഗേന്ദേ കെ ഫൂൽ ലേ ആയാ ഹൂँ, ഫൂൽ വാലേ കോ 200 रुपये दे दीजिए. അപ്പം ഞാൻ എന്താ ഗേന്ദേ കെ ഫൂൽ, മെരിഗോൾഡിൻ്റെ ആ പൂ അത് കൊണ്ടുവന്നിട്ടുണ്ട്, ജമന്തി പൂ, അത് ഇതാ അതിനുള്ള പൈസ കൊടുക്കണം കേട്ടോ, 200 രൂപ. അപ്പോഴത്തേക്കും ഒരു ട്രക്ക് ആക്കർ ഘർ കെ സാമനെ ഖടി ഹോത്തി ഹൈ. उसमें से घर का एक सदस्य अंदर आता है. वो कौन है? വരുന്നത് കിഷൻ ആണ്, ഇവരുടെ റിലേറ്റീവാണ്. सुरेश बड़ी मुश्किल से ट्रक का इंतज़ाम किया है, इस काम के लिए कोई गाड़ी देता ही ना था. सारी ट्रकें आजकल छात्रों ने चुनाव में रोक रखी हैं. സുരേഷ് കഷ്ടപ്പെട്ടാണ് ഈ ട്രക്ക് കിട്ടിയത്. ഇങ്ങനെ ഈ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആരും വണ്ടി വിട്ടു തരുന്നില്ല. മാത്രമല്ല ഇപ്പം എലക്ഷൻസ് നടക്കുന്നതുകൊണ്ട് കോളേജിലെ കുട്ടികളെല്ലാം ഈ ഇലക്ഷന് വേണ്ടി ഈ ട്രക്കുകളെല്ലാം ബുക്ക് ചെയ്തിരിക്കുക. ബഡി മെഹനത് കെ ബാദ് യ 1100 पर मिली है, ആധാ പൈസ അഡ്വാൻസ് ദിയ, തബ് കഹി ആയി ഹെ ട്രക്ക്. അയ്യോ കഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഈ പാതി റേറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടാണ് ഈ വണ്ടിയെങ്കിലും കിട്ടിയത്. एक अन्य आदमी बाहर से आकर, आपने आज अखबार में किराए पर कमरा देने का जो इश्तेहार दिया है, उसी सिलसिले में आया हूँ. അപ്പം നോക്കിയ ഒരു അച്ഛനാണ് മരിച്ചത്. അച്ഛൻ മരിച്ച് കർമ്മങ്ങൾ കഴിഞ്ഞില്ല, അതിനു മുമ്പ് അച്ഛൻ്റെ മുറി വാടകയ്ക്ക് കൊടുക്കാൻ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന മക്കൾ. വളരെ ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ നടന്നുകൂടായി ഇല്ല ഇന്നത്തെ കാലത്തെ. ഈ റിലേഷൻഷിപ്സ് ഇത്രയും അധികം ഫ്രജൈലായിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്നു. ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഇതാ വരുന്നു ആ വ്യക്തി, ആ റൂം നോക്കാൻ വന്നിരിക്കുന്നു. दोनों भाई कौशिक की ओर और फिर समस्त इंतज़ाम की ओर उलझन भरी नज़र डालते हैं. क्या करें, जैसी भंगिमा बनाकर सिर पर हाथ रख लेते हैं. तभी कुछ और मेहमान अंदर घुसते हैं और एक बार फिर हाय पिताजी विलाप शुरू हो जाता है. കൗശിക് ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോവും. കാരണം സ്വന്തം മക്കൾ തന്നെ അച്ഛൻ മരിച്ച് അച്ഛനെ ജീവിപ്പിക്കണമെന്നും ആഗ്രഹമില്ല, അച്ഛൻ്റെ മുറിയും വാടകയ്ക്ക് കൊടുക്കാൻ അഡ്വർടൈസും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നാട്ടുകാർ ഈ ചടങ്ങിന് വരുമ്പം അവർ വളരെയധികം കരച്ചിൽ അഭിനയിക്കും. ഹായ് പിതാജി എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. ബഡാ ലഡ്ക ഹാത്ത് ജോഡ്കർ ഡോക്ടർ കൗശിക് കോ സ്കൂട്ടർ തക് പਹੁഞ്ചാത്താ ഹെ. അങ്ങനെ അവർ ഡോക്ടർ കൗശിക്കിനോട് പറയും, ദയവേത് താങ്കളുടെ ഈ ഒരു ഇത് ഞങ്ങൾക്ക് വേണ്ട, അദ്ദേഹത്തിനെ തിരിച്ച് സ്കൂട്ടറിൽ ആക്കും. जो हम पर पड़ी है भुगत लेंगे डॉक्टर साहब, आप क्यों पड़े इस चक्कर में, नमस्ते. ഞങ്ങൾക്ക് വരാനുള്ളത് ഞങ്ങൾ സഹിച്ചോളാം, എന്തിനാണ് താങ്കൾ ഇതിൽ ഇടപെടുന്നത് എന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ അങ്ങ് ഒഴിവാക്കും. लड़का तेजी से वापस कमरे में चला जाता है. डॉक्टर कौशिक अबूझ से उसी दिशा में देखते रहते हैं. अविनाश उनके कंधे पर ऐसे स्पर्श करता है जैसे दरवाज़ा खटखटा रहा हो. അവിനാശിന് ഏകദേശം ഇത് നേരത്തെ ധാരണ ഉണ്ടായിരുന്നു. ഈ ലോകത്ത് അങ്ങനെയൊന്നും ആർക്കും മരിച്ചു പോയവരൊന്നും തിരിച്ചു വരണമെന്നൊന്നും ആഗ്രഹം ഇല്ല എന്നുള്ളത്. പക്ഷേ ഡോക്ടർ കൗശിക്കിന് മറിച്ചായിരുന്നു ധാരണ. ഡോക്ടർ കൗശിക് കരുതിയിരുന്നത് ഇങ്ങനത്തെ ഒരു ഫോർമുല ഉണ്ടായാൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കും, വളരെ ആദരിക്കും ഇദ്ദേഹത്തിനെ. പക്ഷേ നേരെ വിപരീതമാണ് ഈ ഒരു വീട്ടിലുണ്ടായത്, ഈ ഒരു അനുഭവം. അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഈ ഡോക്ടർ കൗശിക്ക് ചരമറിയിപ്പിൽ പലയിടത്ത് അഡ്രസ്സ് വട്ടമിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്താകും, എങ്ങനെയാണ് ആൾക്കാർ സ്വീകരിക്കുന്നതെന്നുള്ളത് വരും എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.